ഇങ്ങോട്ടൊക്കെ തമ്പുരു കൊച്ചു ടാറ്റ വന്നത് എനിക്ക് പോകാനുള്ള വണ്ടി വന്നു. വീട്ടിൽ എല്ലാവരും ടാറ്റ ബൈബി എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പിന്നെ വണ്ടിക്കകത്ത് കയറി. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടത്തിൽ ഇവനുണ്ട്. പക്ഷേ ഈ പറയാതെ വയ്യട്ടെ, ഈ റുക്മാൻ ട്രാവൽസിൻ്റെ വണ്ടിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇതിൽ ഞാനിരിക്കുന്ന സീറ്റിൽ ഈ സ്റ്റിക്കർ ഉണ്ടെന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളി വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ ലൈറ്റും ഈ സെറ്റപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല വൃത്തിയായിരുന്നു. പക്ഷെ എന്നാലും എന്തെങ്കിലും എരിവുള്ള മേടിക്കുന്നത് ചിക്കൻ 65ഓ ബീഫ് ഡ്രൈ ഫ്രൈയോ കാണത്തില്ല. എന്നെ നിർത്തണം തിരിച്ചോണ്ട് ഇനി ഞാൻ ഈ വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ആക്ച്വലി ഞാൻ ഒരു ലോവർ ബർത്ത് സീറ്റാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നീണ്ടു നിവർന്ന് കിടക്കാം, പിന്നെ സാധനങ്ങളൊക്കെ വെക്കാം. ഈ ബാഗ് പാക്ക് ഇവിടെ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് 2 ലഗേജ് ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലും വേണമെങ്കിൽ വെക്കാൻ പറ്റും. ഇതിലിപ്പോൾ അത്യാവശ്യം ചാർജിങ് പോർട്ടും പിന്നെ നമുക്ക് AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഷൂ ഒക്കെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് വെക്കാൻ വേണ്ടി, അവിടെ വെച്ചു. എൻ്റെ ബോട്ടിലും അവിടെ വെച്ചു. ബാഗ് ഉണ്ടായിരുന്നു, അതും വെച്ചു. ബാഗ് വെച്ചിട്ട് എനിക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ 2 കർട്ടനാണ് വരുന്നത്, ഇങ്ങനെ ഒരു കർട്ടനും പിന്നെ ഇതുമാണ് വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഫോൺ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇത് നൈസായിട്ട് പൊട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു നമുക്ക് AC ഇതൊക്കെ വരുന്നത്. പിന്നെ ചാർജിങ് പോർട്ട് വരുന്നുണ്ടായിരുന്നു. ലാപ്ടോപ്പ് ഒന്നും ചാർജ് ചെയ്യരുത്, ഫോൺ മാത്രം. പിന്നെ ഈ ലൈറ്റ് ഉണ്ട്, പക്ഷേ ഈ ലൈറ്റ് 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതാണ് അവരുടെ ബെഡ്ഷീറ്റും പില്ലോവും. അതല്ലാണ്ട് അവിടെ ഒരു ഹമ്പ് പോലെ ഉണ്ട് സീറ്റിൽ തന്നെ. അത് അത്യാവശ്യം നമുക്ക് ഇപ്പോൾ തലയണ ഇല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ തലയൊക്കെ വെക്കാം. ഇതുണ്ട്, ഇത്രയും സ്പേസ് ഉണ്ട് ആക്ച്വലി നമ്മൾ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എൻ്റെ ഭാവി കാര്യങ്ങളെ പറ്റി ആലോചിച്ച് മടുത്തപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുത്തു. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചു. എന്താല്ലേ ഇനി എന്തൊക്കെ ചെയ്യണം, എനിക്ക് എന്നെക്കൊണ്ട് തന്നെ വയ്യ. ഇതൊക്കെ ഒന്നല്ലട്ടോ ഞാനപ്പോൾ ചിന്തിച്ചത്, എങ്ങനെ നല്ല പോസിൽ ഇരിക്കാം എന്നാണ് ചിന്തിച്ചത്. അതുകൊണ്ട് റൂമൊക്കെ അടച്ചു, കർട്ടനൊക്കെ ഇട്ട് ഞാൻ പിന്നെ പതുക്കെ അങ്ങോട്ടും ഇവിടെ നോക്കി അവിടെ ഇരുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. അയ്യടാ തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ടേ. ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോകരുത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിർത്തി അവർ പറഞ്ഞു, ബസ്സുകാർ പറഞ്ഞു വേണമെങ്കിൽ കഴിക്കാനാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ വിശപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു ക്വാർട്ടർ മന്തി ഓർഡർ ചെയ്ത് അവിടെ നിന്ന് കഴിച്ച്. പിന്നെ രാത്രിയായി, ലൈറ്റൊക്കെ ഓഫാക്കി, ഭയങ്കര കട്ട ഡാർക്കൊക്കെ. പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ ഞാനൊരു 5 മണിയായപ്പോൾ എഴുന്നേറ്റപ്പോൾ കുറേ തമിഴ് എഴുതിയ ബോർഡുകൾ. ഞാൻ വിചാരിച്ച് ദൈവമേ ഇനി ഞാൻ വല്ല ചെന്നൈക്കോ വല്ല തിരുനെൽവേലിക്കോ വല്ലതാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തേ എന്ന് എനിക്കൊരു പേടി. കാരണം ജിജോപ്പനാണ് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എന്നെ സഹായിച്ചത്, കോട്ടസി ഫോർ ജിജോപ്പൻ. പിന്നെ എനിക്ക് മനസ്സിലായി തമിഴ്നാട് സൈഡിൽ കൂടെയാണ്, കോയമ്പത്തൂർ കൂടെയാണ് പോണത്. അവിടെ നമ്മൾ തമിഴ്നാടൊക്കെ ടച്ച് ചെയ്താണ് അവിടെ ചെല്ലുന്നത്. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നോട് ക്ഷമിക്കണം കേട്ടോ, കാരണം എനിക്ക് ഈ റൂട്ടൊന്നും അറിയാൻ പാടില്ല. പക്ഷെ ആക്ച്വലി പോയ വഴിയൊക്കെ നല്ല അത്യാവശ്യം കാണാനും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ് ഗ്രാമീണതയുടെ ഭംഗി, നഗരത്തിൻ്റെ ആ സാധനം അതൊക്കെ ഉണ്ടായിരുന്ന വഴിയായതുകൊണ്ട് ഇങ്ങനെ കാണാം. പിന്നെ എനിക്ക് നമ്മൾ യാത്ര പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ട് എൻജോയ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ ധരിപ്പിച്ചിരുന്ന് കണ്ടു. ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും എനിക്കങ്ങനെ ട്രാവൽ അധികം ചെയ്യാത്തത് കൊണ്ട് ഈ ഉറക്കം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ടയേർഡാവും. അപ്പോൾ എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ പോലും
ഓക്കെ, നമ്മൾ ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ കാണാൻ പറ്റുള്ളൂ, അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് കാണണ്ടേ, അങ്ങനെ വിചാരിച്ച് എഴുന്നേറ്റു. പക്ഷേ ഈ AC ബസ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ഫേസും ആകെ ഡ്രൈ ആയി, ലിപ്പൊക്കെ ഡ്രൈ ആയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഷോ ഒന്നല്ല കേട്ടോ, ചുണ്ട് അത്രയും വരണ്ട് വയ്യാതായതുകൊണ്ട് മാത്രം ഞാൻ യൂസ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും കിടന്ന് യാത്രകൾ കണ്ടു. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ബസ് ഒരു 2.5 മണിക്കൂർ ലേറ്റാണ്. ജിജോപ്പൻ പറഞ്ഞു ഇത് വല്ലപ്പോഴേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ദൈവമേ ഇനി മാപ്പിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ, പോകുന്നത് വേറെ വല്ല സ്ഥലത്തേക്കാണോ എന്ന് അറിയാൻ ഞാൻ കുറേ നേരം ഇങ്ങനെ സൂമൊക്കെ ചെയ്ത് നോക്കി. ഓക്കെ, നമ്മൾ എങ്ങോട്ടോ പോകുന്നുണ്ട്. അത് സൂം ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ബാംഗ്ലൂരിലേക്ക് തന്നെയാണ് പോകുന്നത് ബസ്. ഇതൊക്കെ എൻ്റെ ചിന്തകളിൽ നിന്ന് വന്നതാണ് കേട്ടോ. അങ്ങനെ വിചാരിച്ച് ഞാൻ പിന്നെ ഓക്കെ സമാധാനത്തിരുന്നേ, എങ്ങോട്ടേലും പോവാം, പിന്നെ കണ്ണനുണ്ടല്ലോ കൂടെ, അതാണ് എൻ്റെ ധൈര്യം. അവനൊന്ന് പണ്ട് ബാംഗ്ലൂർ പോയതുകൊണ്ട് പിന്നെ എന്ത് ധൈര്യത്തിൽ പോകാൻ. പോകുന്ന വഴി ഞാൻ വിചാരിക്കും ഈശ്വര ഇത് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഇത്രയും പച്ചപ്പും ഹരിതാപയൊക്കെ ഉണ്ടോയെന്ന് വിചാരിച്ചു. കുറേ കൃഷി സ്ഥലങ്ങൾ. ഈ പോകുന്ന വഴിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കൃഷി സ്ഥലങ്ങൾ, ഐ മീൻ ഒരേ രീതിയിൽ കൃഷി ചെയ്യുന്ന എന്താ ഇത് പറയാം, ഈ കൃഷി ചെയ്യുന്ന വിളകളിൽ അതൊരു സ്ഥലത്ത് കുറേ പേര് കൃഷി ചെയ്യും. പിന്നെ നോക്കുമ്പോൾ എന്താണ്, കുറേ നഴ്സറി ആണെങ്കിൽ അടുപ്പിച്ച് നഴ്സറി, ഇപ്പം കൃഷി ചെയ്യുന്നതാണെങ്കിൽ അടുപ്പിച്ച് കൃഷി. അപ്പം മാവാണ് കൃഷി ചെയ്യണമെങ്കിൽ അടുപ്പിച്ച് മാവ്. ഞാനോർക്കും അപ്പോൾ ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ കൊടുത്തിട്ട്, ഇപ്പോൾ ഒരാൾ മാവ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ നഴ്സറി നടത്തണം, ഒരാൾ മറ്റേ ഗോക്കളെ വളർത്തണം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മിക്സഡ് ആയിട്ട് ചെയ്തു. ഇവർ ഒരു സ്ഥലത്ത് പല ആൾക്കാർ ഒരേ കൃഷി രീതിയാണ് ചെയ്തത്. ഒരു മണ്ടത്തരമല്ലേ അത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ ഈ ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കുറേ മലകളാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് നിരപ്പായ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു വലിയ മല, പിന്നെയും നിരപ്പായ സ്ഥലം, പിന്നെയും വലിയ മല, അങ്ങനെയൊക്കെ. ഞാൻ പിന്നെ കുറേ കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് പിന്നെ ഇരുന്നിങ്ങനെ ഓരോ വഴിയും ഇങ്ങനെ കണ്ട് അതിനെപ്പറ്റി അഗാധമായി ചിന്തിച്ച് ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഈ മലയൊക്കെ ഏത് മലയാണെന്നോ, കുറേ കല്ലിട്ട മലകൾ, കുറേ കല്ലില്ലാത്ത മലകൾ, അങ്ങനെ പലതരത്തിലുള്ള മലകൾ ഞാൻ കണ്ടു. ഈ വീഡിയോയുടെ ക്വാളിറ്റി കുറവായിരിക്കാം ഒരു പക്ഷേ. ആക്ച്വലി ഈ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. എൻ്റെ ക്യാമറയിൽ അത്ര അങ്ങോട്ട് ഒപ്പിയെടുക്കാൻ പറ്റിയില്ല, എങ്കിലും ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പലതരത്തിലുള്ള, അപ്പോൾ അവർക്ക് നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷിയുണ്ട്, അതുപോലെ തന്നെ മാവിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മാവിൻ്റെ ഏക്കർ കണക്കിന് മാവാണ് നിൽക്കുന്നത്. എല്ലാം ഒരേ തരത്തിലുള്ളതായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു വിധത്തിലുള്ള മാങ്ങകളുടെ കൃഷി, അങ്ങനെ കുറേ ഇതൊക്കെ. പിന്നെ ഗ്രാമപ്രദേശങ്ങളുണ്ട്, കുറേ ചെറിയ ചെറിയ സിറ്റികളുണ്ട്. ഇതുപോലെ നമ്മുടെ ഇടുക്കിയിലെ പൂവക്കണ്ട സിറ്റിയൊക്കെ പോലെ അതുപോലെ ചെറിയ ചെറിയ സിറ്റികളുണ്ട്. ഇതുണ്ടോ ഈ പുറകെ 2 ഹെൽമെറ്റ്, കേരളത്തിലായിരുന്നു ഇപ്പോൾ പിടിച്ചേരാം, ഇരിയാ അപ്പോൾ വിചാരിച്ചുണ്ടോ. പിന്നെന്താണ് പലതരം ആൾക്കാർ, പലതരം ജീവിത സാഹചര്യങ്ങൾ, യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ. യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ വരെ എൻ്റെ ആഴ്ചയിലായിട്ട് പോകണല്ലേ, അങ്ങനെ വിചാരിക്കരുത്. ഇതും ഒരു യാത്രയാണ്. നമ്മളിവിടുന്ന് തൊടുപുഴയ്ക്ക് പോയാലും അതൊരു യാത്രയാണ്. അങ്ങനെ ചെന്ന് അവസാനം ഏകദേശം ബാംഗ്ലൂർ എത്താറായെന്ന് ഞാൻ വിചാരിക്കും. കുറേ 1-2 ഹൈറ്റുള്ള ബിൽഡിംഗ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ ബാംഗ്ലൂർ എത്തി. പിന്നെയാണ് മനസ്സിലാവുന്നത് ബാംഗ്ലൂർ എത്തിയിട്ടില്ല, ഇനിയുണ്ട് ബാംഗ്ലൂരിലേക്ക്. ആക്ച്വലി ഞാൻ കണ്ട ബാംഗ്ലൂർ ഈ ബാംഗ്ലൂർ അല്ല. അതിന് ഞാൻ ബാംഗ്ലൂർ പോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കരുത്. ഞാൻ ബാംഗ്ലൂർ ഡേയ്സിൽ കണ്ട ബാംഗ്ലൂർ ഇതല്ലായിരുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ മെട്രോയുടെ കാലിലൊക്കെ മറ്റേ ചെടികൾ വളർത്തണേ, ഇവരതിൽ പടാട്ടോ വരച്ച് വെച്ചേക്കുന്നത്. പിന്നെ കുറേ മെട്രോ സ്റ്റേഷൻസ്, കുറേ എന്തോ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ എന്തോ സിറ്റികൾ, പിന്നെ മടിവാല, അങ്ങനൊരു വാല. പിന്നെ ഈ സംഭവം എനിക്കിഷ്ടമായി, ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ, ബൊട്ടാണിസ്റ്റല്ലേ. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങി ഒരു KSRൻ്റെ മുന്നിൽ ഇറങ്ങി അവിടെ നിന്ന് ഞാനും കണ്ണനും കൂടെ ജിജോപ്പനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറേ നേരത്തിന് ശേഷം 2 കിലോമീറ്റർ ദൂരത്ത് 100 രൂപ കൊടുത്തിട്ട് അവൻ വന്നു. എന്താ നോക്കണേ, ഇവരെത്തിയാലേ ചിലവാ. ജിജോപ്പൻ്റെ വരവ് കണ്ടു, ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള വരവാണിത്.
ഞങ്ങളവിടെ ചെന്നത് എങ്ങനെ ഭക്ഷണം കഴിക്കാം എന്നതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഫോണിലൊക്കെ തോണ്ടിയിരിക്കുന്നു. ബാംഗ്ലൂർ ചെല്ലുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങണം, കറങ്ങണം, അതൊക്കെയാണ് എല്ലാവരുടെയും ഉദ്ദേശം. ബട്ട് ആക്ച്വലി ഞങ്ങളവിടെ ചെന്നിട്ട് നല്ല വെറുതെ ഇരിക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ ഞങ്ങൾ നാട്ടിൽ കോങ്കണ്ടത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ ഇരുന്ന് അവിടെ ചെന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നാനുള്ള എന്താണെന്നൊരു ഒടുക്കത്തെ വെയിൽ. പിന്നെ ഞാൻ ആകെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന അവിടെ ടെറസിൻ്റെ മുകളിലാണ്. അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടോ, ഇവിടെ കുട്ടികളൊക്കെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് ഈ ഗ്രൗണ്ടാണ്. ഞാനെന്താ പറയാൻ വന്നതെന്നറിയോ, മറ്റേ രോമാഞ്ചം സിനിമ, ആ സിനിമയിൽ ഉള്ള ഗ്രൗണ്ട് പോലെയില്ലേ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനത്തെ കുറേ ബിൽഡിങ്സ്. ഇതിൽ ഒരു 90% PGകളാണ്. ഇവിടെ ഒരു PG തുടങ്ങി ബിസിനസ് തുടങ്ങിയായിരുന്നു. ഇവിടെ വന്നിട്ട് എവിടെയും പോകാതിരുന്നാൽ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഒരു അടുത്തൊരു ഡ്രസ്സിങ് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഇടമുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി അവിടെ ചെന്ന് അവിടെ പോകാൻ വേണ്ടിയിട്ട് ആദ്യം ക്യാബ് ബുക്ക് ചെയ്യണം. കാരണം വേറൊരു മാർഗ്ഗമില്ല, ക്യാബാണ് കുറച്ചുകൂടെ ലാഭം. പിന്നെ ഞങ്ങൾ ക്യാബൊക്കെ ബുക്ക് ചെയ്ത് പതുക്കെ ഇറങ്ങി. പുള്ളിയുടെ ഡ്രൈവിങ് എനിക്ക് കണ്ടിട്ട് പേടിയായിപ്പോയി. ഈ ട്രാഫിക്കിൽ കൂടെ ഇത്രയും മനോഹരമായി വണ്ടി ഓടിക്കാൻ ഇങ്ങനെയുള്ള ക്യാബ് ഡ്രൈവർമാർക്കേ പറ്റുള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ ചീത്ത, ഇങ്ങോട്ട് പോകുമ്പോൾ ചീത്ത. ഇതിലും ഭേദം കേരളമുണ്ടോ. വിലക്കുറഞ്ഞ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടൊരു കടയിൽ കയറിയപ്പോൾ എന്താണ് എല്ലാത്തിനും കൊടുക്കുന്ന വില, ഇതെന്ത് വിലക്കുറവ്, ഇത് വിലക്കുറവല്ലല്ലോ. പിന്നെ ഞാൻ പോയി അവിടെ ഒരു കൊറിയൻ ഷോപ്പ് തപ്പിപ്പിടിച്ച് അവിടെ നിന്ന് തന്നെ ഒരു ഷർട്ട് എടുത്തു. നാളായിട്ടുണ്ടോ ഷർട്ട് വേണമല്ലോ, അതുകൊണ്ട് പിന്നെ അതൊക്കെ എടുത്ത്. പിന്നെ അവിടെ നിന്ന് അമ്മമാർ കുറേ ചെക്ക് ചെയ്തു. ആക്ച്വലി അവിടെ കുറേ കളക്ഷനുണ്ട്. ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പോയി കുറച്ച് മോമോസ് കഴിക്കാൻ വേണ്ടി കയറി. കണ്ണു കണ്ണൂര് സിറ്റി ലൈഫിനെ പറ്റി എന്താ അഭിപ്രായം? ഒരു 10 മണിയായപ്പോൾ ഞങ്ങളും ഗ്രാമത്തിലെ ലൈഫായിരുന്നു നല്ലത് അല്ലേ? ഞങ്ങൾ പിന്നെ തിരിച്ച് നോമ്പ് തുറക്കൽ കണ്ണൂന്റെ ഫോട്ടോ കഴിഞ്ഞു കേട്ടോ. എനിക്ക് രണ്ടെണ്ണുള്ളൂ. തിരിച്ചു വന്ന് ടെറസ് കയറി ഒന്നോടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു വി ക്യാൻ ഡു ഗോസ്റ്റ് ഹണ്ടിങ്. ബാംഗ്ലൂർ കുറേ ഗോസ്റ്റ് ഉണ്ടല്ലോ. ഞങ്ങൾ ടെറസ് കയറിയിട്ട് അപ്പുറേക്കും നോക്കിയാണ് ഗോസ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് താഴത്തുള്ള വീട് വരെ ഞങ്ങൾ സൂം ചെയ്ത് നോക്കി. ഗോസ്റ്റിനെ നോക്കാനാണ് കേട്ടോ. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഗ്രൗണ്ടില്ലേ, നേരത്തെ കാണിച്ചില്ലേ, അത്. പിന്നെ ആക്ച്വലി വേസ്റ്റ് കൊണ്ടൊക്കെ അത് കഴിഞ്ഞിട്ടാണ് പോയത്. ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നു. ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുള്ള എടുക്കാനൊക്കെ ആൾ വരും എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഓക്കെ, ബൈ ബൈ.